ഹായ് ഓൾ, ഈ കാണുന്ന സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനായി ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചത്, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യാം. സ്പൂണോ വിസ്കോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ബീറ്ററാണ് യൂസ് ചെയ്തത്. ഇതുപോലെ ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് മൈദയും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ. അതാണ് ഇതിലത്തെ ഒരു വ്യത്യാസം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ തടവി ഈ ബാറ്റർ ഒഴിക്കുക. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല. തീ കത്തിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ പാനിൽ ഇത് സെറ്റ് ചെയ്യുക. നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് എല്ലാം കളഞ്ഞ ശേഷം നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെക്കാം. ഏറ്റവും ചെറിയ ബർണറിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക. സ്റ്റിക്ക് ആവുന്നില്ലെങ്കിൽ നമുക്കിതുപോലെ വാങ്ങി വയ്ക്കാം. ഞാൻ ഈ കേക്കിൻ്റെ താഴ്ഭാഗത്തെ ലെയർ കളഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഒരു ചെറിയൊരു ക്രസ്റ്റ് ഫോം ചെയ്യുമല്ലോ, അത് കളഞ്ഞാലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റൂ. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട ശേഷം ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഇളക്കി സ്മൂത്താക്കി എടുക്കുക. നന്നായി സ്മൂത്താക്കിയ ശേഷം ഈ കേക്കിന് മുകളിലായിട്ട് നമ്മളിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ജാമിൻ്റെ അളവ് കൂടാനോ കുറയാനോ പാടില്ല. ഞാൻ ഈ പുരട്ടുന്ന അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ പുരട്ടിയെടുക്കാൻ നോക്കൂ. അല്ലെങ്കിൽ ഇത് ഒന്നുകിൽ ഒട്ടും ജാം ഇല്ലാത്തൊരവസ്ഥയാവും, അല്ലെങ്കിൽ ജാം പുറത്തേക്ക് സ്ക്വീസായി പോവും. ഓക്കെ, അതിനുശേഷം നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നല്ലപോലെ റോൾ ചെയ്ത് സെക്യൂർ ആക്കണം. ഇതിൻ്റെ 2 സൈഡ് ഭാഗവും മിഠായിയുടെ അറ്റമൊക്കെ ചുരുട്ടി വെക്കില്ലേ, അതേപോലെ ചുരുട്ടി സെക്യൂർ ആക്കണേ. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ടേ. ഇപ്പോൾ ഈ ക്ലിംഗ് റാപ്പൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഈ റോള് പുറത്തെടുക്കാം. ഇനി ഒരു പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ ഈ ക്ലിംഗ് റാപ്പ് വെച്ച ശേഷം അതിൻ്റെ മറു സൈഡിൽ ജാം നിരത്തി അതിലൂടെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. വല്ലാതെ റോൾ ചെയ്യരുത്, കാരണം അത്രയും സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പോൾ അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഒന്ന് റോൾ ചെയ്ത ശേഷം ബാക്കി ജാം ഒരു സ്പൂണ് കൊണ്ട് റോളിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുക. അതായത് റോള് കംപ്ലീറ്റ് ജാം കവർ ചെയ്യണം. ആ ഒരു വിധത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനി ഈ ഒരു റോളിനെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് കവർ ചെയ്യണം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു പ്ലേറ്റിൽ നിരത്തിയ ശേഷം ഈ റോൾ അതിന് മുകളിൽ വെച്ച് കൈ കൊണ്ട് കുറച്ചായി ഡെസിക്കേറ്റഡ് കോക്കനട്ട് റോളിന് മുകളിൽ വിതറിക്കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ട് എത്തുന്ന രീതിയിൽ ഇതുപോലെ കുറച്ചെടുത്തിട്ട് വിതറിക്കൊടുക്കാം. ആദ്യമേ ഈ റോള് ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് മുകളിൽ വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഉരുട്ടരുത്. അപ്പോൾ അവിടെയും ഇവിടെയും ഡെസിക്കേറ്റഡ് കോക്കനട്ട് കട്ട പിടിച്ച് പോകും. അപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ 2 എൻഡും കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ കത്തി കൊണ്ടുപോയി പതുക്കെ കട്ട് ചെയ്യണം. വല്ലാതെ പ്രസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാമൊക്കെ പുറത്തേക്ക് സ്ക്വീസായിട്ട് വരും. കാരണം അത്രയും സോഫ്റ്റാണ് നമ്മുടെ ഈ റോള്. ഓക്കെ, കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, നല്ല രസമല്ലേ. ഇത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് കാലിയാവുന്ന അടിപൊളിയൊരു ഡിഷാണ്. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയേ ജാമിൻ്റെ അളവ് പാടുള്ളൂ. ഉള്ളിൽ ഇത്രയെങ്കിലും ജാമിൻ്റെ അളവ് വേണം താനും. ജാം കുറഞ്ഞാലും ഈ ഒരു ഭംഗിയോ ടേസ്റ്റോ കിട്ടില്ല. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏത് ജാം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് ഈ മിക്സഡ് ഫ്രൂട്ട് ജാമോ അല്ലെങ്കിൽ സ്ട്രോബെറി ജാമോ ബ്ലൂബെറി ജാമോ ആണ്. Thank you for watching. Please subscribe and support.